എന്തൊക്കെയുണ്ട്? സുഖല്ലേ? അപ്പോൾ നമുക്കിന്നൊരു ജേണൽ ഉണ്ടാക്കാം. ഒട്ടും കുറക്കണ്ട, വിൻറ്റേജ് ജേണൽ തന്നെ ആയിക്കോട്ടെ. അതിനായിട്ട് ഞാനിവിടെ ഒരു 49 A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. വിൻറ്റേജ് ജേണൽ എന്ന് പറയുമ്പോൾ തന്നെ ഒരു കാപ്പിപ്പൊടി കളറാണല്ലോ. അപ്പോൾ ഞാൻ കാപ്പിപ്പൊടി ഇല്ലാത്തതാണ് ചായപ്പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്നെ പോലെ പൊട്ടത്തരമൊന്നും കാണിക്കരുത് കേട്ടോ. ഞാൻ കുഞ്ഞു പാത്രം എടുത്താണ് എനിക്ക് വരെയൊക്കെ ചെയ്യാൻ പോലും പറ്റാണ്ടായില്ല. പിന്നെ ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് വലിയ പാത്രത്തിലിട്ടാണ് ചെയ്തേ. ഇനി നമുക്കിത് ഉണങ്ങാനിടാം. നമ്മുടെ പേപ്പർ ഉണങ്ങി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ടെക്സ്ചർ തന്നെ മാറി കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നും ഇതുപോലെ മടക്കിയെടുക്കാം. ഇനി നമുക്കിതിനെ 7 വെച്ചുള്ള കുട്ടി കുട്ടി സെറ്റ് ഉണ്ടാക്കാം. നമുക്ക് ബൈൻഡ് ചെയ്യാനായിട്ട് പല മെത്തേഡ് ഉണ്ടെങ്കിലും എനിക്കേറ്റവും സിമ്പിളായിട്ട് തോന്നിയത് ഈ ഒരു സ്റ്റാപ്ലർ അടിക്കുന്ന പരിപാടി കേട്ടോ. ഇതാകുമ്പോൾ പെട്ടെന്ന് കഴിയും. എല്ലാത്തിനെയും കൂടി ഒരുമിച്ചാക്കിയിട്ട് ഒരു ക്ലിപ്പൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ചധികം പശ തേച്ച് ഒന്ന് ഉണങ്ങാൻ വെക്കാം. ഇനി നമ്മുടെ ബുക്കിൻ്റെ സൈസിൽ 3 കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കവറൊന്ന് സെറ്റാക്കാനായിട്ട് ഞാനിവിടെ ഒരു പേപ്പർ ബാഗായിട്ട് കൊടുത്തത്. തുണി എടുക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഇവിടുത്തെ പോരാളി കൊലയാളി ആവുമെന്നുള്ള കാരണം പേപ്പറെങ്കിൽ പേപ്പർ. പിന്നെ കാണാതെ ഒരു ഇത്തിരി കഷ്ണം തുണി അടിച്ച് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിലത്തെ വൃത്തികേട് മാറാനായിട്ട് നമുക്കൊരു പേപ്പർ ഇതുപോലെ എടുത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഉണങ്ങാൻ വെച്ച പേപ്പറിനെ ഇതിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ ബുക്കിൻ്റെ പരിപാടി ഏകദേശം കഴിയും. ഇനി നമുക്ക് അലങ്കോലപ്പണിയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കുട്ടി പേപ്പർ എടുത്തിട്ട് അതിനൊരു ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാനുണ്ട്. വല്ലഭന് പുല്ലുമായതെന്നാണല്ലോ. അപ്പം നമ്മളെങ്ങനെയാ ഈ വള്ളി കളയാ? ആ വള്ളി കൊണ്ട് നമുക്കൊരു പൂവ് ഉണ്ടാക്കാം. ഇനി ആ പൂവും നമ്മളുണ്ടാക്കിയ ഇലയൊക്കെ വെച്ചിട്ട് നമ്മുടെ ബുക്കിനെ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ വിൻറ്റേജ് ജേണൽ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്കും കമൻറ്റും കൂടി ചെയ്തേക്കണേ കേട്ടോ.